ഹായ് ഹലോ ഗുഡ് ബൈ വ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇനി നമ്മൾ കേട ചൂര് മീൻകറി എങ്ങനെയാണ് വളരെ ടേസ്റ്റി ആയിട്ടും സിമ്പിളായിട്ടും നമുക്ക് എങ്ങനെയാണ് വെക്കുന്നതെന്ന് നോക്കാം. ഇവിടെ ഞാനിപ്പോൾ 250 ഗ്രാമോളം മീനാണ്, കേര മീനാണ് എടുത്തിരിക്കുന്നത്. വൃത്തിയാക്കി വെച്ചിരിക്കുകയാണ്. ഇതിനാവശ്യമായ സാധനങ്ങൾ: ഒരു 7-8ഓളം ചെറിയ കൊച്ചുള്ളി, ഒരു 3 വലിയ കഷ്ണം വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, എന്നിട്ട് ഒരു 1/2 കപ്പോളം തേങ്ങാപ്പാലും കൂടെ നമുക്ക് ആവശ്യമായിട്ടുണ്ട്. ഇനി ഒരു പാൻ അടുപ്പിൽ വെച്ച് ചൂടാക്കി എണ്ണ ഒഴിച്ച് ആ എണ്ണയിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൊച്ചുള്ളിയും കൂടെ ഒന്ന് മൂപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഒരുപാട് ഡീപ്പായിട്ടങ്ങ് ഫ്രൈ പോലെ ആവരുത്. ഒന്ന് ചെറുതായിട്ടൊന്ന് വഴണ്ട് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ആവശ്യമായ പൊടികൾ ചേർക്കാം. ഇപ്പോൾ ഇവിടെ ആവശ്യമായ പൊടികളെന്ന് പറയുമ്പം ഒരു 2 ടീസ്പൂൺ, ഒരു മീഡിയം സ്പൂണാണ്, ഒരു 2 ടീസ്പൂണോളം മുളക് പൊടി, ഒരു 1/2 ടീസ്പൂണോളം മല്ലിപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂണോളം കുരുമുളക് പൊടി. ഇത്രയും പൊടികളാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് ചൂടായ പാനിലേക്ക് ഇടാം. കുറഞ്ഞ ഫ്ലെയിമിൽ വേണം പൊടി മൂപ്പിക്കാൻ, ഇല്ലെങ്കിൽ പൊടി പെട്ടെന്ന് കളറൊക്കെ മാറി കരിഞ്ഞു പോകും. അതുകൊണ്ട് തന്നെ വളരെ കുറഞ്ഞ ഫ്ലെയിമിൽ ഈ പൊടി നന്നായിട്ടൊന്ന് ചൂടാക്കുക. അതിൻ്റെ ആ ഒരു പച്ചമണമൊക്കെ മാറുന്നിടം വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. ശേഷം ഇത് നമുക്ക് ഒരു ജാറിലേക്ക് മാറ്റാം. ജാറിൽ നമ്മൾ വെള്ളത്തിന് പകരം നേരത്തെ എടുത്ത് വെച്ചിരുന്ന തേങ്ങാപ്പാലാണ് ഒഴിക്കുന്നത്. ഇത് നമുക്ക് ആവശ്യമായ രീതിയിൽ ഒഴിച്ചു കൊടുത്ത് ഒന്ന് വളരെ ഫൈൻ പേസ്റ്റായിട്ടൊന്ന് അരച്ചെടുക്കുക. ശേഷം നമ്മളിത് കറി വെക്കുന്ന ചട്ടിയിൽ ഒരു തക്കാളി, 2 പച്ചമുളക്, കുറച്ച് കറിവേപ്പില, ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന ആ ഒരു അരപ്പ് ചേർത്ത് കൊടുക്കാം. ആവശ്യമായ വെള്ളം നമുക്ക് എത്രയാണോ വേണ്ടത് അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമ്മളിത് അരപ്പ് തിളപ്പിക്കാനായിട്ട് വെക്കുകയാണ്. ശേഷം ഇതിലേക്ക് കുടംപുളിയാണ് ചേർക്കുന്നത്. ഒരു ചെറിയ 4 കഷ്ണത്തോളം കുടംപുളിയുണ്ട്. ഉപ്പ്, ആവശ്യത്തിനായ ഉപ്പ്, വറുത്ത് പൊടിച്ച ഉലുവയാണ്, ഒരു 1/4 ടീസ്പൂണോളം ഉലുവാപ്പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. ഇത് അടച്ച് വെച്ച് അരപ്പൊന്ന് തിളപ്പിക്കാൻ നമുക്ക്. ഈ തിളച്ച അരപ്പിലേക്ക് മീൻ കഷ്ണങ്ങളിട്ട് ഒന്നും കൂടെ അടച്ച് വെച്ച് നമുക്കിത് ഒരു 5 മിനിറ്റോളം ഒരു ഹൈ ഫ്ലെയിമിലും ഒരു 10 മിനിറ്റോളം ഒരു മീഡിയം ഫ്ലെയിമിൽ നമ്മൾ നന്നായിട്ടൊന്ന് വേവിക്കുക. പകുതി വേവാകുമ്പോൾ ഇതിലേക്ക് ഒരു 2 ടീസ്പൂൺ വെളിച്ചെണ്ണയും ശകലം കറിവേപ്പിലയും കൂടെ നമ്മൾ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഏറ്റവും ലോ ഫ്ലെയിമിൽ അടപ്പൊന്ന് തുറന്ന് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് കുക്ക് ചെയ്യുക. ശേഷം നമുക്ക് തണുത്തതിന് ശേഷം ഉള്ള കറിയാണിത്. വളരെ ടേസ്റ്റിയാണ്. നമ്മൾ ഇന്ന് വെച്ച് നാളെ എടുക്കുകയാണെങ്കിൽ കൂടുതൽ ടേസ്റ്റിയാണ്. അപ്പം വളരെ സിമ്പിളാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു.